എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 70 റിവ്യൂ ആണ്. രാവിലെ തന്നെ പാട്ടിട്ടത് കലാഭമണീൻ്റെ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ എന്നുള്ള പാട്ടാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ജാസ്മിൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനായിരിക്കും എൻ്റെ വീട്ടിൽ നിന്നായിരിക്കും വരുന്നതെന്ന്. കുറേ കൂടെ കഴിയുമ്പോഴത്തേക്കിനും കോളിംഗ് ബെല്ല് അടിക്കുന്നത് പോലെ കേൾക്കുന്നു. അപ്പോൾ ഫ്രണ്ടിലത്തെ മെയിൻ ഡോറ് കുറച്ച് തുറക്കുകയാണ്. അവിടെ അഭിഷേകിൻ്റെ അച്ഛൻ നിൽക്കുകയാണ്. കുറച്ചും കൂടി തുറക്കുമ്പോൾ അവിടെ സിജോൻ്റെ അച്ഛൻ, ഫുള്ള് തുറക്കുമ്പോൾ നോറേൻ്റെ അച്ഛനും കൂടെ. അങ്ങനെ 3 പേരും കൂടെ ഒരുമിച്ചാണ് ഇന്ന് ബിഗ് ബോസിലേക്ക് കയറിയിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും കൂടെ വീടിനകത്തേക്ക് കയറുന്നു. അപ്പോൾ അഭിഷേകിൻ്റെ അച്ഛൻ അഭിഷേകിനോട് ചോദിക്കുന്നു, നീ എപ്പോഴും ഇവിടെയാണോ ഇരിക്കുന്നത്? എന്തിനാ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്? ഓടി നടന്നുകൂടെ? ഇത്രയും സ്ഥലമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ അച്ഛന്മാരെ എല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ജാസ്മിന് ഭയങ്കര സങ്കടം. നോർമലി വീട്ടുകാരൊക്കെ വരുമ്പോഴത്തേക്കിനും ജാസ്മിൻ അത്രയും വിഷമിച്ചൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇന്ന് കുറച്ച് കൂടുതൽ. കാരണം ഇന്ന് ജാസ്മിൻ രാവിലത്തെ പാട്ടും കൂടെ കേട്ടപ്പോൾ വിചാരിച്ചിരുന്നത് വീട്ടിൽ നിന്നായിരിക്കും എന്നാണ്. അപ്പോൾ ഇന്ന് കരയുന്നൊക്കെ ഉണ്ട് പുറത്തിരുന്നിട്ട്. എന്നവരൊക്കെ ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നുമുണ്ട്. നാളെ ഒരു ദിവസം ഉണ്ടല്ലോ, അപ്പോൾ നാളെ വരും, വരാതിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ സിജോയും സിജോൻ്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി. സിജോ അച്ഛൻ്റെ അടുത്ത് ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ നോറേൻ്റെ വാപ്പയും തമ്മിൽ സംസാരിക്കുകയാണ്. ഈ നോറ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് ഈ വീട്ടുകാരെ പറ്റി തന്നൊരു പിക്ചറുണ്ട് നമുക്ക്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നോറേൻ്റെ വാപ്പ ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നോറ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നോറയും വാപ്പയും കൂടി ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. നോറ വാപ്പേൻ്റെ അടുത്ത് പറയുന്നു, വാപ്പ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഇവിടെ എന്തെങ്കിലും വീഡിയോയിലേക്കാണെങ്കിലും ഉമ്മയല്ലേ വരാറ്, അപ്പോൾ വാപ്പയ്ക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ വാപ്പ തിരിച്ച് മറുപടി പറയുന്നു, അപ്പോൾ എനിക്കറിയാം എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നുള്ളത്, പക്ഷേ നീ എൻ്റെ മോളല്ലേ, നിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് വാപ്പയും പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഭിഷേകിൻ്റെ അനിയത്തി വരുന്നത്. ഒരു കാര്യം പറയാം, എനിക്ക് ഇന്ന് വന്നതിൽ അഭിഷേകിൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര ജെനുവിനായിട്ടുള്ള, ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും, എന്നാൽ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള, തമാശ പറയുന്ന, എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന. ഇപ്പോൾ അഭിഷേകിന് അമ്മയില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആ അച്ഛനെ ഒരു അമ്മേൻ്റെ പൊസിഷനിൽ തന്നെ കാണാൻ പറ്റുന്ന തരത്തിലുള്ളൊരച്ഛൻ. എന്നുവെച്ചാൽ അഭിഷേകിനെ നല്ലപോലെ ട്രോളുന്നുണ്ട് വന്നപ്പോൾ തൊട്ട്. നീ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്? ഈ ടാസ്ക് മാത്രമൊന്നും അല്ലല്ലോ ഇവിടുത്തെ ഗെയിം, നീ എല്ലാ കാര്യത്തിലും ഇടപെടണ്ടേ, ഇവിടെ തന്നെ മാത്രം ഇരിക്കരുത്, ചിലപ്പോഴൊക്കെ പാട്ടുപാടി നടക്കുന്നത് മാത്രമേ കാണാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളുന്നുണ്ട് കിട്ടുന്ന സമയത്തൊക്കെ. പക്ഷേ അതേപോലെ തന്നെ അഭിഷേകിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്താ ഭക്ഷണം കഴിക്കാത്തത്, നീ എന്താ ചോറ് കഴിക്കാത്തത്, നീ ഡ്രസ്സ് എന്താ വേറെ മാറി മാറി ഇടാത്തത്, അതേപോലെ ഷൂ എന്താ ചേഞ്ച് ചെയ്യാത്തത്, വേറെ ഒരുപാട് ചെരുപ്പുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അനിയത്തി വന്ന സമയത്ത് അനിയത്തിയും പറയുന്നുണ്ട്, അച്ഛൻ 24 hours ഇരുന്നിട്ട് ലൈവ് കാണും, വെളുപ്പിനെ 4 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് കാണുമെന്ന്. അപ്പോൾ അനിയത്തി ഇപ്പോൾ അവൻ കിടന്ന് ഉറങ്ങായിരിക്കും എന്ന് പറഞ്ഞാലും വെറുതെ ഒന്ന് നോക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന് കാണുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു അച്ഛൻ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു സ്നേഹമാണ് അച്ഛൻ്റെ അടുത്ത്. അനിയത്തി ഒട്ടും മോശമല്ല. അഭിഷേകിൻ്റെ അടുത്ത് നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഇച്ചിരി കൂടെ ആക്റ്റീവായിട്ടൊക്കെ ഗെയിം കളിക്കണം എന്നൊക്കെ ഉള്ളത് പുറത്തുള്ള ഏകദേശമൊക്കെ ഒരു രൂപം അനിയത്തിയും പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്താണ് നോറേൻ്റെ ഉമ്മ വരുന്നത്. സത്യം പറയട്ടെ, ഉമ്മ വന്ന് നോറേൻ്റെ അടുത്ത് പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വന്ന പാടെ നോറ ഫസ്റ്റ് ഡേയിലെ തൊട്ടുള്ള കാര്യങ്ങൾ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മയും വാപ്പയും തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എന്താ, ഇതൊരു ഗെയിമല്ലേ, അത് അതിനായിട്ട് കാണൂ, നീ എന്തായാലും ഇവിടെ വന്നു, പിന്നെ അതിനെ ഗെയിമായിട്ട് കാണുമെന്നുള്ളത്. പക്ഷെ നോറ സമ്മതിക്കത്തില്ല. നോറ അവരെ തിരിച്ച്, നിങ്ങൾ ഈ ഗെയിമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വന്നപ്പോൾ തൊട്ട് ഇവരെല്ലാവരും എന്നെ മാത്രം ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയാണ്, എന്നെ മാത്രം ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ പറയുകയാണ്, ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുകയാണ്. അപ്പം വാപ്പ പറയുന്നുണ്ട്, അത് അവരുടെ ഗെയിമാണ്, അത് അങ്ങനെ മനസ്സിലാക്കിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, നീ കരച്ചിലൊന്ന് നിർത്തിയാൽ മതി, എല്ലാവരും പറയുന്നുണ്ട് ഓളവളുടെ കരച്ചിലൊന്ന് നിർത്തിയാൽ മതിയെന്ന്. അപ്പം നോറ പറയുന്നു, ഇനി ഞാൻ കരയില്ല വാപ്പ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വാപ്പ അങ്ങോട്ട് ഇറങ്ങാൻ കാത്തിരുന്നു നോറ കരയാനായിട്ട്. വഴിയെ പറയാം. അങ്ങനെ നോറേൻ്റെ ഉമ്മേൻ്റെ അടുത്ത് പരാതിപ്പെട്ടി മൊത്തം അഴിച്ചു വയ്ക്കുകയാണ്. ഉമ്മ ഒന്നും പറയാതെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് പക്ഷെ ഉമ്മ ഞാൻ 24 hours കാണാറുണ്ട് എന്നുള്ളത് നോറേൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സിജോൻ്റെ അമ്മ വരുന്നുണ്ട്. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര വിഷമം തന്നൊരു മൊമെൻ്റായിരുന്നു. കാരണം സിജോയ്ക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നതിന് ശേഷം അമ്മയും കണ്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോഴുള്ള അമ്മേൻ്റെ സങ്കടവും അതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ ഓക്കെ ആയി. പിന്നെ ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും സിജോൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞിട്ട് ഈ ഫാമിലിയിലുള്ളവരെ വെച്ചിട്ടൊരു ക്വിസ് നടത്തുകയാണ്. അൻസിബയാണ് അത് നടത്തുന്നത്.
ഈ നിങ്ങളുടെ മക്കളെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ നോറേനെ പറ്റിയിട്ട് നോറേൻ്റെ ഉമ്മയും വാപ്പയും ഒക്കെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അവർക്ക് നോറയോടുള്ള വിയോജിപ്പ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. അതിൽ വാപ്പ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. കാര്യം വാപ്പൻ്റെ ഒരു വ്യൂ പോയിൻ്റ് പറയാണ്, സോഷ്യൽ മീഡിയ ഒരു പ്രൊഫഷനാക്കി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല, അതൊരു ശാശ്വതമല്ല. അപ്പോൾ വാപ്പേൻ്റെ ആഗ്രഹം നോറ പഠിച്ച് IAS എടുക്കണം എന്നുള്ളതാണ്. അപ്പം നോറ വാപ്പ പറയുന്നത് കേൾക്കാതെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു എന്നുള്ളതാണ് അവർക്ക് ഇതിലുള്ള വിയോജിപ്പ്. അപ്പം വാപ്പ പറയുന്നത് മാക്സിമം ഒരു 5 കൊല്ലമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇതിൽ നിൽക്കാം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെയാണ് വാപ്പേൻ്റെ ഒരു ഇത്. ശരിയാണ്, സോഷ്യൽ മീഡിയ നമുക്കൊരു പ്രൊഫഷനായിട്ട് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. കാരണം അതൊരു സ്ഥിര വരുമാനം ആക്കിയിട്ടൊന്നും നമുക്ക് പ്രതീക്ഷിച്ച് കൊണ്ട് നടക്കാൻ പറ്റിയൊരു കാര്യമല്ല. ഈ സോഷ്യൽ മീഡിയയും അതിലൂടെ കിട്ടുന്ന വരുമാനമൊക്കെ ഞാനെപ്പോഴും ഒരു പാർട്ട് ടൈം ജോലി, അല്ലെങ്കിൽ നമ്മുടെ പാഷൻ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം, അങ്ങനെ മാത്രമാണ് കാണുന്നത്. അതല്ലാതെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മെയിൻ ഇൻകമായിട്ട് സോഷ്യൽ മീഡിയേനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. ആ കാര്യത്തിൽ ഞാൻ നോറേൻ്റെ വാപ്പേൻ്റെ കൂടെയാണ്. പക്ഷേ മറിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് നോറേൻ്റെ തീരുമാനമാണ്. അത് സിവിൽ സർവീസ് വേണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി വേണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതും നോറ തന്നെയാണ്. അത് വാപ്പയ്ക്ക് സിവിൽ സർവീസ് എടുക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് നോറ അങ്ങനെ ആവും എന്നുള്ളത് ഞാൻ പറയില്ല. അതേപോലെ നോറേൻ്റെ വാപ്പയും ഉമ്മയും പോയ സമയത്ത് അവരവിടെ ഇരുന്ന് പറഞ്ഞ ഓരോ വാക്കും എടുത്തിട്ട് നോറ വല്ലാതെ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടു. എന്നിട്ട് നോറ ഇരുന്ന് ഭയങ്കരമായിട്ടും കരയുന്നുണ്ടായിരുന്നു. എനിക്ക് നോറേൻ്റെ അടുത്ത് പറയാനുള്ളത്, നോറ ചിന്തിക്കുന്ന ലെവലിൽ നോറേൻ്റെ വാപ്പയും ഉമ്മയും ചിന്തിക്കണമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാണ്. അവർ വളർന്ന സാഹചര്യം, അവരുടെ ബോധ്യങ്ങളൊക്കെ വേറെയാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ അവർക്കൊരു മാറ്റവും ഇല്ലെന്ന് നോറയ്ക്ക് പറയാൻ പറ്റുമോ? നോറയ്ക്ക് അറിയാം അവർ തികച്ചും യാഥാസ്ഥിതികരാണ്, അവരുടെ ചിന്താഗതിയും കാഴ്ചപ്പാടും വേറെയാണ്. നോറ ഇന്നും ഇന്നലെ അല്ലല്ലോ അവരെ കാണാൻ തുടങ്ങിയത്. ഇതിപ്പോൾ നോറേൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് നോറ പറഞ്ഞിരുന്നത് എന്താ, അവർ തീരെ സപ്പോർട്ടീവ് അല്ല എന്നാണ്. പക്ഷേ ബിഗ് ബോസിൽ വന്നിട്ട് അവരെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. അവർ ഗെയിമിനെ ഗെയിമായിട്ട് കാണാനായിട്ട് നോറയ്ക്ക് ഉപദേശിക്കുന്നതായിട്ടാണ് ഞാൻ കേട്ടത്. അതേപോലെ വളരെ സപ്പോർട്ടീവായിട്ടാണ് നോറേൻ്റെ വാപ്പ നോറേൻ്റെ അടുത്ത് സംസാരിച്ചത്. ആകെ ഒരു എതിർപ്പുള്ളത് വാപ്പേൻ്റെ ആഗ്രഹം നോറ IAS എടുക്കണം എന്നായിരുന്നു. സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് പിന്നെ താല്പര്യമില്ലാത്തത് അത് ശാശ്വതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള പിന്നെ വാപ്പേൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് നോറേൻ്റെ അടുത്ത്. പിന്നെ എന്താ വാപ്പ അതിനിടയ്ക്ക് പിന്നെ ഈ സിവിൽ സർവീസിൻ്റെ കാര്യം പറഞ്ഞ് നോറ ചെറുപ്പത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് പറഞ്ഞു എന്ന്. ബ്ലാക്ക് മെയിലിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വാപ്പയ്ക്ക് അറിയില്ല എന്ന് വാപ്പ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. വെറുതെ ആവശ്യമില്ല അതിലൊക്കെ ആ വാക്കിലൊക്കെ കയറി പിടിച്ചിട്ടിരുന്ന് ഭയങ്കരമായിട്ട് ഇരുന്ന് കരയുന്നു. അവർക്കിപ്പോഴും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ നോറ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നോറ അവരോട് പറയാതെ പോലും ഇതിൽ വന്നു. അവർക്ക് ഈ ഷോയിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല നോറ വരുന്നത് എന്ന് നോറ തന്നെ പറയുന്നു. എന്നിട്ടും അവരിവിടെ വന്ന് നോറേനെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ വാപ്പയ്ക്കൊക്കെ നോറ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ വാപ്പയ്ക്ക് വേണമെങ്കിൽ വരാതിരിക്കുമായിരുന്നു. നോറേൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നോറ പറഞ്ഞത് അതേപോലെ തന്നെ എല്ലാം ശരിയാണെന്ന് തന്നെ നമ്മളും വിചാരിക്കും. പക്ഷേ വാപ്പ അവിടെ വന്നു, നോറേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. പുറത്തിറങ്ങിയാലും നോറയ്ക്ക് അവരുണ്ട്, അവരുടെ അടുത്തേക്ക് ധൈര്യമായിട്ട് ചെല്ലാം. അപ്പോൾ എന്നിട്ടും അവർക്ക് വന്നിട്ടുള്ള മാറ്റം അതൊരു പോസിറ്റീവായിട്ട് കാണാതെ, അതിൽ സന്തോഷിക്കാതെ, അവരുടെ കാഴ്ചപ്പാടും ചിന്താഗതിയും അങ്ങനെയാണെന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ടും അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതേപോലെ നോറേൻ്റെ വാപ്പയും ഉമ്മയും പറഞ്ഞൊരു കാര്യമുണ്ട്. അവൾ സോഷ്യൽ മീഡിയ ഇതിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ നോറേൻ്റെ വാപ്പയും ഉമ്മയായിട്ട് അവർക്ക് വരാൻ പറ്റിയത്. അതിലവർ ബിഗ് ബോസിൻ്റെ അടുത്ത് നന്ദിയും പറയുന്നുണ്ട്. അത് നോറ അവരെ പറ്റി തന്നൊരു പിക്ചർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതെനിക്ക് വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ നോറേൻ്റെ മാരേജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും വാപ്പ പറഞ്ഞത് അത് അവളുടെ ഇഷ്ടമാണെന്നുള്ളതാണ്. അതേപോലെ പല കാര്യത്തിലും അവർക്ക് മാറ്റം വരും. എനിക്കിന്ന് നോറ കരഞ്ഞപ്പോൾ ഒരു അതിശയം എന്താണെന്നറിയോ? നോറയ്ക്കറിയാം നോറേൻ്റെ വാപ്പേൻ്റെ ഉമ്മാൻ്റെയും ചിന്താഗതി എന്താണെന്നുള്ളത്. എന്നിട്ടും അവരിലുണ്ടായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം നോറ കാണാതെ അവരിന്ന് അവിടെ വന്നതും നോറേനെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തതും ഒന്നും നോറയ്ക്ക് ആ ഒരു സന്തോഷം കണ്ടെത്താൻ കഴിയാതെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ പറഞ്ഞ 1 or 2 വാക്കിൽ കയറി പിടിച്ച് ആ ലൂപ്പിൽ കിടന്ന് കറങ്ങി ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കരമായിട്ട് ഇരുന്ന് കരഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ എനിക്ക്
തോന്നിയത് നോറ പുറത്തിറങ്ങിയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഒരു ഹെൽപ്പ് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് നോറയ്ക്ക് തോന്നിയാൽ അത് എടുക്കും എന്നുള്ളതാണ്. ഞാനൊരു വേറൊരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ സീസണിൽ നാദിറേൻ്റെ അനിയത്തിയാണ് വന്നത്. നാദിറയ്ക്ക് സന്തോഷിക്കാൻ കിട്ടിയൊരു കാര്യം എന്താണെന്നറിയോ? നാദിറേൻ്റെ വാപ്പ എയർപോർട്ടിൽ കൊണ്ട കാറിൽ വിട്ടു അനിയത്തീനെ എന്നുള്ളൊരൊറ്റ കാര്യത്തിൻ്റെ പേരിലാണ്. കാരണം അവർക്കുണ്ടായിട്ടുള്ളൊരു മാറ്റം, അതാണ് നാദിറയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോസിറ്റീവ്. ഇതും നാദിറയ്ക്ക് സന്തോഷിക്കാൻ കിട്ടിയൊരു കാര്യം. ഇവിടെ നോറേനെ ഇത്രയും അധികം സപ്പോർട്ട് ചെയ്തിട്ട് നോറ ഇവർക്ക് ഉണ്ടായിട്ടുള്ളൊരു പോസിറ്റീവ് മാറ്റം കാണാതെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് നോറേൻ്റെ വാപ്പയ്ക്ക് അറിയില്ല ഈ ബ്ലാക്ക് മെയിൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. പുള്ളി പറഞ്ഞു പോയപ്പോൾ അങ്ങ് പറഞ്ഞു. അതിൻ്റെ പേരിൽ ആ വാക്കിൽ പിടിച്ച് അതിൽ കിടന്ന് കറങ്ങിയൊക്കെ വിഷമിക്കുന്ന കാണുമ്പോൾ എനിക്ക് നോറേൻ്റെ അടുത്ത് ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുമോ, ഇതൊരു അനാവശ്യ ചിന്തയാണ് നോറ ഈ കൊണ്ട് നടക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. തിരിച്ച് എപ്പിസോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വീട്ടുകാരൊക്കെ പോയതിന് ശേഷം ഇവരുടെ അടുത്ത ടാസ്ക് വരികയാണ് ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓരോ ടീമിനെയായിട്ടും ആക്ടിവിറ്റി ഏരിയയിൽ വിളിക്കും. പ്ലാസ്മ ടി വിയിൽ കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ നേരത്തെ എഴുതിയിട്ടുണ്ടാവും. ഓരോരുത്തരായിട്ട് ഓരോ നിരയിലുള്ള നമ്പേഴ്സ് ഓർത്ത് വയ്ക്കുക. 10 നമ്പേഴ്സാണ് ഉണ്ടാവുക, അത് ഓർത്ത് വയ്ക്കുക. കൺഫെഷൻ റൂമിൽ വന്നിട്ട് അത് പറയുക എന്നുള്ളതായിരുന്നു ടാസ്ക്. ആദ്യം വരുന്നത് പീപ്പിൾസ് ടീമിൽ നിന്നാണ്. അൻസിബ, നോറ, ശ്രീതു. അപ്പോൾ ഇവർ 3 പേരും ആക്ടിവിറ്റി ഏരിയയിൽ വന്നു. സ്ക്രീനിൽ നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്, അത് ഓർത്ത് വെച്ചിട്ട് നേരെ കൺഫെഷൻ റൂമിൽ വന്നു. അതിൽ ശ്രീതുവും നോറയും കറക്റ്റായിട്ട് പറഞ്ഞു. പക്ഷേ അൻസിബ പറഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് നമ്പേഴ്സ് തെറ്റിപ്പോയി. അത് കഴിഞ്ഞിട്ട് വരുന്നത് ടണൽ ടീമാണ്. അവർ നേരെ ആക്ടിവിറ്റി ഏരിയയിൽ സ്ക്രീനിൽ നമ്പേഴ്സ് കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കൺഫെഷൻ റൂമിൽ വന്നിട്ട് 3 പേരും കറക്റ്റായിട്ട് പറഞ്ഞു. പിന്നെ വന്നത് നെക്സ്റ്റ് ടീമിൽ നിന്നാണ്. ഋഷി, ജാസ്മിൻ, അർജുൻ, അഭിഷേക്. ആക്ടിവിറ്റി ഏരിയയിൽ വന്നു. സ്ക്രീനിൽ നമ്പർ കണ്ടതും ഋഷീൻ്റെ വിജൃംഭിച്ചിട്ടുള്ളൊരു നിപ്പുണ്ടായിരുന്നു. എന്നിട്ട് നേരെ കൺഫെഷൻ റൂമിലേക്ക് വരുന്നു. അതിൽ ഋഷിയും ജാസ്മിനും അഭിഷേകും കറക്റ്റായിട്ട് പറഞ്ഞു. അർജുൻ തെറ്റിപ്പോയി പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നത് ഡെന്നിൽ നിന്നാണ്, നമ്മുടെ ജിൻഡോൻ്റെ ടീമിൽ നിന്ന്. അതിൽ ജിൻഡോ, റസ്മിൻ, നന്ദനയാണ്. അതിൽ നന്ദന മാത്രമാണ് കറക്റ്റായിട്ട് ഓർത്തിരുന്ന് 12 നമ്പർ പറഞ്ഞത്. അങ്ങനെ ടണൽ ടീമും നെക്സ്റ്റ് ടീമും 30 നമ്പേഴ്സ് ഓർത്ത് വെച്ച് പറഞ്ഞു. ഓരോരുത്തരും 10 നമ്പേഴ്സ് വെച്ചിട്ട് 30 നമ്പേഴ്സ് ഈക്വലായിട്ട് പറഞ്ഞ് ഫസ്റ്റ് 1ാം സ്ഥാനത്ത് ടണലും നെക്സ്റ്റും വന്നു. 2ാം സ്ഥാനത്ത് പീപ്പിൾസ് ടീം 25 നമ്പർ, ഒരാൾ 13, ഒരാൾ 12 പറഞ്ഞിട്ട് അങ്ങനെ 25 നമ്പേഴ്സ് ഓർത്ത് പറഞ്ഞു. തേർഡ് വന്നിട്ടുള്ളത് ഡെന്നാണ്, 12 നമ്പർ. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അർജുനും ശ്രീതുവും തമ്മിൽ സംസാരിക്കുന്നതാണ്. അതിൽ അർജുനാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. ശ്രീതുവിൻ്റെ മാറ്റത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇനി വീട്ടിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ നീ ഇപ്പോൾ വേറെ ആരോടോ സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്, എന്താണ് റീസൺ എന്നുള്ളതാണ് ചോദിക്കുന്നത് അർജുൻ. ശ്രീതു എന്തിനാണ് അതിൽ കിടന്ന് ഉരുണ്ട് കളിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഈ അർജുനെ കളിയാക്കുന്നത് പോലെ ഫീൽ ചെയ്തത് ശ്രീതു. അർജുൻ ഡയറക്റ്റ് വന്നിട്ടൊരു കാര്യം ചോദിച്ചതല്ലേ, എന്തുകൊണ്ടാണ് ഇത്രയും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്, എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത്. അപ്പോൾ ഉടനെ ജാസ്മിനുമായിട്ട് കോംബോ ഉണ്ടാക്കാനായിട്ട് അർജുൻ ശ്രമിക്കുന്നു, അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. എന്നിട്ട് അർജുൻ്റെ ചേച്ചി പറഞ്ഞതായിട്ടൊക്കെ പറയുന്നു. അർജുൻ്റെ ചേച്ചി പറഞ്ഞു 2 പേരും തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ പുറത്ത് കോംബോ ആകും എന്നൊക്കെ. അപ്പോൾ അർജുൻ പറയുന്നു അങ്ങനൊന്നും അല്ല പറഞ്ഞത്, 2 പേരും തമ്മിൽ ഈ വീട്ടിലിരുന്ന് സംസാരിക്കാനുള്ളതായി കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണ് എന്നാണ് പറഞ്ഞതെന്നൊക്കെ. എന്തിനാ ശ്രീതു ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് അവനവൻ്റെ വില കളയുന്നതെന്നാണ് ഇപ്പം ശ്രീതുവിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്ലേർട്ട് ചെയ്യാൻ നിൽക്കുന്നത് പോലെ സംസാരിക്കുന്ന പോലെ തോന്നും. ചുമ്മാ വളഞ്ഞു ചുറ്റി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ, എന്ത് കാര്യത്തിനാണ്? പിന്നെ ലാസ്റ്റ് ജാസ്മിനും അപ്സരയും റസ്മിനും കൂടി ഇരുന്ന് സംസാരിക്കുന്ന കാണിക്കുന്ന ഈ നമ്മുടെ നോറേൻ്റെ വിഷയത്തിൽ. കാരണം നോറ അത്രയും കരഞ്ഞത് അവർക്കും ഭയങ്കര ഇതായിപ്പോയി. കാരണം വീട്ടുകാർ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞവർ ഇവിടെ വരുന്നു, നോറേനെ സപ്പോർട്ട് ചെയ്യുന്നു, എന്നിട്ടും അവർക്കെതിരെ നോറ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ജാസ്മിൻ ആണെങ്കിലും അപ്സരയ്ക്കൊക്കെ ആണെങ്കിലും അത് ശരിയായിട്ട് തോന്നിയില്ല. അവരത് അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. ഇനിയിപ്പം നാളെ ജാസ്മിൻ്റെയും റസ്മിൻ്റെയും വീട്ടിൽ നിന്നാണ് വരുന്നത്. ജാസ്മിൻ്റെ അച്ഛൻ ഗബ്രീൻ്റെ ഫോട്ടോയൊക്കെ കീറിക്കളഞ്ഞു എന്നും മാല പിടിച്ചു മാറ്റിയെന്നൊക്കെ പറയുന്ന കേട്ടു. ശരിയാണോ എന്നറിയില്ല. ഈ ജാസ്മിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഈ അപ്സരേൻ്റെ വിഷയത്തിലൊക്കെ കേട്ടതുകൊണ്ട് ഏത് വിശ്വസിക്കണമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നാളെ കണ്ടു തന്നെ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്.